അല്ലാഹുവിന്റെ റസൂൽ പറയാണ് ലൈസ കദാലിക്, അതല്ല ആയിഷ ഇവിടെ ഉദ്ദേശിച്ചത്, അതല്ല, അത് സ്വാഭാവികമാണ്, അതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. പിന്നെ എന്തേ ഇവിടെ ഉദ്ദേശിച്ചത്? വലാകിന്നൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ, ഇദാ ഹദറഹുൽ മൗതു, മരണം അവന് ഹാജരായി കഴിഞ്ഞാൽ, ബുശ്ശിറ ബിറിദ്വാനില്ലാ, അല്ലാഹുവിന്റെ സംതൃപ്തി കൊണ്ട് അവന് സന്തോഷ വാർത്ത അറിയിക്കപ്പെടുമ്പോ, വകറാമതിഹി, അല്ലാഹുവിന്റെ അടുക്കലും ഈ മനുഷ്യന് കിട്ടാൻ പോകുന്ന വലിയ ആദരവുകളെ കുറിച്ചൊക്കെ മുഅ്മിനിനോട് മലക്കുകൾ അങ്ങ് പറയുമ്പോ, ഫലൈസ ശൈഉൻ അഹബ്ബ ഇലൈഹി മിമ്മാ അമാമഹു, ആ ഘട്ടത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യന് അവന്റെ മുമ്പിലുള്ളതൊന്നും പിന്നെ അവന് വേണ്ട, ഉടനെ അല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തിയാൽ മതി. മരണനേരത്ത് മുഅ്മിനായ മനുഷ്യന് കിട്ടാൻ പോകുന്ന സ്വർഗീയമായ ആനന്ദങ്ങൾ, ആ സ്വർഗീയമായ സന്തോഷ വാർത്തകൾ, സ്വർഗീയമായ രൂപത്തിലുള്ള പരിമളങ്ങൾ, അതൊക്കെ അങ്ങ് അനുഭവിക്കുമ്പോ പിന്നെ മുഅ്മിനിന് ഒന്നേ ചിന്തയുള്ളൂ, പെട്ടെന്ന് എന്റെ റബ്ബിനെ കാണണം. ആ ഘട്ടത്തെ പറ്റിയാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ഫഅഹബ്ബ ലിഖാ അല്ലാഹി, അപ്പോൾ അവൻ അല്ലാഹുവിനെ കാണണം എന്ന് ഇഷ്ടപ്പെടുന്നു. വഅഹബ്ബ അല്ലാഹു ലിഖാഅഹു, അല്ലാഹു അവനെയും കാണണമെന്ന് ഇഷ്ടപ്പെടുന്നു. അതാണ് ആ ഉദ്ദേശിച്ചത്. അതേ അവസരത്തിൽ അതാ വഇന്നൽ കാഫിറ, കാഫിറായ മനുഷ്യനാണെങ്കിൽ, ഇദാ ഹുദിറ, അവന് മരണം ഹാജരാക്കപ്പെടുന്ന നേരത്ത്, ബുശ്ശിറ, അവന് സുവിശേഷം അറിയിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ബിഅദാബില്ലാഹി വഉഖൂബതിഹി, അല്ലാഹുവിന്റെ ശിക്ഷയാണോ നിനക്കുള്ളത്, അല്ലാഹുവിന്റെ കോപമാണ് നിനക്കുള്ളത്. ആ നിലക്കുള്ള നരകീയമായ ഭീകരമായ അനുഭവങ്ങൾ കേട്ടും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആ നേരത്ത്, ഫലൈസ ശൈഉൻ അക്റഹ ഇലൈഹി മിമ്മാ അമാമഹു, അവന് പിന്നെ മരണം എന്നൊരു ഏറ്റവും വെറുപ്പാണ്. ഇനി ഞാൻ എങ്ങനെ അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോകും? എന്റെ തൊട്ടടുത്ത നിമിഷം, എന്റെ തൊട്ടടുത്ത ജീവിതം വളരെ പ്രയാസത്തിലേക്കാണല്ലോ ഞാൻ പോകുന്നത്. അതുകൊണ്ട് അവൻ അല്ലാഹുവിനെ കാണണം എന്ന് വെറുക്കുന്നു. അല്ലാഹുവിനെ കാണണ്ട, അല്ലാഹുവിന്റെ അടുത്തേക്ക് എനിക്ക് പോകണ്ട എന്നവൻ വല്ലാത്ത വിഷമം തോന്നുകയാണ്. വകരിഹല്ലാഹു ലിഖാഅഹു, അല്ലാഹു അവനെ കാണണ്ട, അല്ലാഹു അവനെ കാണുന്നതും വെറുക്കുന്നു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോ അതുകൊണ്ടാണ് നമുക്കറിയാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മുഅ്മിനായ മനുഷ്യന് മരണത്തോടുകൂടി, മരണത്തിന്റെ സമയത്ത് അവൻ ആഗ്രഹിക്കുകയാണ്, എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്കെന്റെ റബ്ബ് തരാമെന്നേറ്റിരിക്കുന്ന ആ സ്വർഗീയമായ ആനന്ദത്തിലേക്ക് എത്തിച്ചേരണം. കാഫിറാണെങ്കിലോ അങ്ങോട്ട് എത്തണ്ട, എന്നെ കൊണ്ടുപോകണ്ട, എനിക്കിനിയും ഇവിടെ തന്നാകണം, ഇവിടെ ജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണം എന്ന മോഹമാണ് അവനുള്ളത്. അത് ജനാസ കൊണ്ടുപോകുന്ന നേരത്ത് വരെ ഞാനും നിങ്ങളുമൊന്നും കേൾക്കുന്നില്ലെങ്കിലും, മനുഷ്യവർഗം കേൾക്കുന്നില്ലെങ്കിലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടോ, ഇദാ ഉദിയത്തിൽ ജനാസതു ഫഹ്തമലഹ الرجال على അനാഖിഹിം, ജനാസയദാ സംസ്കരണത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന നേരത്ത് കഫം പൊതിഞ്ഞിട്ട് അതാ കട്ടിലേറ്റിയിട്ട് ആളുകൾ അതാ അവരുടെ ചുമലിൽ വെച്ചിട്ട് ആ മയ്യത്ത് കട്ടിലെ അവസാനത്തെ യാത്രയില്ലേ, ആ യാത്ര ഇങ്ങനെ ഖബർസ്ഥാനിലേക്ക് ആളുകൾ അവനെ താങ്ങിയെടുത്ത് കട്ടിലിൽ കിടത്തിയിട്ട് ആ മയ്യത്ത് കൊണ്ടുപോകുന്ന ആ നേരത്ത് സ്വാലിഹത്തായ മനുഷ്യനാണെങ്കിൽ, സ്വാലിഹത്തായ ആത്മാവാണെങ്കിൽ കാലത്ത് അത് വിളിച്ചു പറയുന്നുണ്ട്, ഖദ്ദിമൂനി, എത്രയും പെട്ടെന്ന് എന്നെ കൊണ്ടുപോകൂ, എന്നെ ഒന്ന് വേഗം കൊണ്ടുപോകൂ, വേഗത്തിൽ എന്നെ കൊണ്ടുപോകൂ എന്ന് നല്ലവനായ മുഅ്മിന് വിളിച്ചു പറയുമ്പോ, വഇൻകാനത് ഗൈറ സാലിഹ, അതാ ചീത്തയായ ആത്മാവാണെങ്കിൽ, ചീത്തയായ മനുഷ്യന്റെ ജനാസയാണ് പോകുന്നതെങ്കിൽ അവനവന്റെ കുടുംബത്തോട് കെഞ്ചുകയാണ്, യാ വൈലഹാ, എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്? എന്റെ
നഷ്ടമേ, എന്റെ കഷ്ടമേ, ഐന യദ്ഹബൂന ബിഹാ, എവിടേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നു? അവൻ അലറിയട്ടഹസിക്കുകയാണ്, അവൻ നിലവിളിക്കുകയാണ്, അവൻ വിലപിക്കുകയാണ്. പക്ഷേ എത്ര ജനാസകൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു, എത്ര ജനാസകൾ നമുക്കരികിലൂടെ കടന്നുപോയി. ഇന്ന് വരെ ഒരൊറ്റ ജനാസയും അങ്ങനെ പറയുന്നത് ഞാനോ നിങ്ങളോ കേട്ടിട്ടില്ലല്ലോ എന്ന സംശയം സ്വാഭാവികമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടിയും പറയുന്നു. എന്തേ നമ്മൾ കേൾക്കാത്തത്? എന്തേ നമ്മൾ ആരും ഇന്ന് വരെ അത് അനുഭവിക്കാത്തത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യസ്മഉ സൗതഹാ, ആ വിളിച്ചു പറയുന്ന ശബ്ദം, ആ അട്ടഹാസം കേൾക്കും കേട്ടോ കുല്ല ശൈഇൻ, ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ വസ്തുക്കളും അത് കേൾക്കുന്നതാണ്. ഇല്ലൽ ഇൻസാൻ, മനുഷ്യനൊഴികെ, മനുഷ്യനൊഴികെ ആ അട്ടഹാസം കേൾക്കുന്നുണ്ട്, ആ ശബ്ദം കേൾക്കുന്നുണ്ട്. വലൗ സമിഅൽ ഇൻസാനു, എന്തേ മനുഷ്യനിത് കേൾക്കാൻ സമ്മതിക്കാത്തത്? എന്തേ മനുഷ്യനെ ഇത് റബ്ബ് കേൾപ്പിക്കാത്തത്? അള്ളാഹുവിന് ചില തീരുമാനങ്ങളുണ്ട്. ചിലതൊക്കെ മനുഷ്യൻ കേട്ട് കഴിഞ്ഞാൽ, ചിലതൊക്കെ മനുഷ്യൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ ഇവിടെ ജീവിക്കാനൊക്കില്ല. അത്രയും ഭീകരമായ പല ദൃശ്യങ്ങളുമുണ്ട്, നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഭീകരമായ പല ശബ്ദങ്ങളുണ്ട്, ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടില്ല. അത് അള്ളാഹ് ചെയ്യുന്നവരെ ഫളലാണ്. കാരണം ഈ ശബ്ദമെങ്ങാനും മനുഷ്യൻ കേട്ടിരുന്നുവെങ്കിൽ ലസഇഖ, അവൻ അപ്പോൾ തന്നെ അതാ നിലംപതിച്ചു പോകുമായിരുന്നു, ബോധരഹിതനായി വീഴുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത് വിശ്വസിക്കേണ്ടവരാണ് നമ്മൾ, അടിയുറച്ച് വിശ്വസിക്കേണ്ടവരാണ്. ജനാസ ആളുകൾ ചുമന്ന് ജനാസ കൊണ്ടുപോകുമ്പോ മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ എന്നെ പെട്ടെന്ന് കൊണ്ടുപോകൂ എന്ന് പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു നമ്മെ അത്തരക്കാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതേ അവസരത്തിൽ കാഫിറായ മനുഷ്യനാണെങ്കിൽ, ധിക്കാരിയായ മനുഷ്യനാണെങ്കിൽ തെമ്മാടി പറയുകയാണ്, എങ്ങോട്ട് കൊണ്ടുപോകുന്നു? എന്തിനെന്നെ കൊണ്ടുപോകുന്നു? ഇറക്കി വെക്കൂ, എനിക്ക് പോകണ്ട, എന്നെ കൊണ്ടുപോകണ്ട എന്നട്ടഹസിക്കുന്ന ശബ്ദം എല്ലാ വസ്തുക്കളും കേൾക്കുന്നുണ്ട്. മൃഗങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷികൾ കേൾക്കുന്നുണ്ട്, അതുപോലെ തന്നെ പലരും കേൾക്കുന്നുണ്ട്. മനുഷ്യൻ മാത്രം കേൾക്കുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നമ്മൾ കേൾക്കാത്തത് കൊണ്ട് ഇല്ലെന്ന് പറയരുത്, നമ്മൾ കേട്ടതേ വിശ്വസിക്കൂ എന്ന് പറയരുത്, ഞാൻ കണ്ടത് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കരുത്. എനിക്കല്ല തന്നതാണ് കണ്ണ്, എനിക്കല്ല തന്ന എന്റെ രണ്ട് കണ്ണുകൾക്കൊരു പരിധിയുണ്ട്, അതിനൊരു പവറുണ്ട്. ആ പവറിന് ചില പരിധികളുണ്ട്, പരിമിതികളുണ്ട്. എനിക്കല്ല തന്ന ഇരു കാതുകൾക്ക്, എന്റെ ശ്രവണപുടങ്ങൾക്ക് താങ്ങാവുന്ന ശബ്ദങ്ങളുണ്ട്. അതിലപ്പുറമുള്ള ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ ഇല്ല എന്നറിയാമോ? നിങ്ങൾ നോക്കൂ, മനുഷ്യനേക്കാൾ ദുർബലനായ എത്രയോ ജീവികൾ ഈ ലോകത്ത്. വലിയ അഹങ്കാരം പറഞ്ഞുകൊണ്ട് നടക്കുന്ന മനുഷ്യന്മാർക്ക് കേൾക്കാൻ കഴിയാത്തതും അറിയാൻ കഴിയാത്തതുമൊക്കെ അവയൊക്കെ പലപ്പോഴും അറിഞ്ഞിട്ടുണ്ട് എന്ന് അള്ളയില്ലെന്ന് പറയുന്ന, ശാസ്ത്രത്തിന്റെ മേലാളുകളാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ പോലും അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? ലാത്തൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതാ ഭൂകമ്പമുണ്ടാകുന്നു എന്ന മുന്നറിയിപ്പ്. ആ സമയത്ത് അതിന്റെ മുന്നോടിയായി നായ്ക്കൾ ഓരിയിട്ട് ഓടുന്നത് കണ്ടു എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? പക്ഷികളതാ തലങ്ങും വിലങ്ങും പറക്കാൻ തുടങ്ങി എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? മൃഗങ്ങളൊക്കെ കൂട്ടിൽ കിടന്നുകൊണ്ട് കയറ് പൊട്ടിക്കാൻ ഒരുങ്ങി. അതാ വെപ്രാളം കൊണ്ട് പലയിടത്തേക്കും ചിന്നിച്ചിതറി ഓടി എന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? അങ്ങനെ എത്രയെത്ര സംഭവങ്ങളുണ്ട്. സുനാമിയെ പറ്റിയുള്ള മുന്നറിയിപ്പുകൾ കിട്ടിയിരുന്ന, ആ നിലക്ക് വെപ്രാളം കൊണ്ടിരുന്ന പക്ഷിമൃഗാദികൾ ഉണ്ടായിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലേ? നിങ്ങൾ നോക്കൂ, ലോകത്ത് ഞാൻ കേട്ടതേ ഉള്ളൂ, ഞാൻ കണ്ടതേ ഉള്ളൂ എന്ന് അല്പജ്ഞാനിയായ മനുഷ്യൻ ചിന്തിക്കുന്നുവെങ്കിൽ, എന്റെയും നിങ്ങളുടെയും ഒക്കെ കണ്ണുകൾക്ക് താങ്ങാനാവാത്ത, കാതുകൾക്ക് താങ്ങാനാവാത്ത പലതും ലോകത്ത് നടക്കുന്നുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അത് വിശ്വസിക്കാത്തവൻ മഠയനാണ്, അത് വിശ്വസിക്കാത്തവൻ മഠയനാ.
അങ്ങനെ പലതും ഈ ലോകത്ത് എന്തെല്ലാം ഇവിടെ നമ്മുടെ മുമ്പിൽ നടക്കുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ടോ? സൂക്ഷ്മമായ പലതും. നമ്മുടെ ചില പരിധികളുണ്ട്, ആ പരിധികളിലുള്ളതേ കാണൂ, പരിധികളിലുള്ളതേ കേൾക്കൂ. ഭയങ്കരമായ ശബ്ദങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. ശാസ്ത്രം തന്നെ പറയുന്നില്ല, ഇവിടെ അതിഘോരമായ ശബ്ദങ്ങൾ ഈ പ്രപഞ്ചത്തിൽ മുഴങ്ങുന്നുണ്ട്, പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നുണ്ട്, ഭീമമായ ശബ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് താങ്ങാനുള്ള, അത് കേൾക്കാനുള്ള പവർ ഈ കാതുകൾക്കില്ല. അതുകൊണ്ട് അതില്ലെന്ന് നിഷേധിക്കാനാകുമോ? നിങ്ങൾ നോക്കൂ, അതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ നേരത്ത് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. കാരണം മുഅ്മിനിന് പെട്ടെന്ന് ആ സന്തോഷത്തിലേക്ക് എത്തണം. കാഫിറിന് പോണ്ട, അവൻ അങ്ങോട്ട് അടുക്കണ്ട. നിങ്ങൾ നോക്കൂ, മരണത്തിന്റെ ഈ നേരത്ത്, ആ മരണത്തിന്റെ നേരത്ത് മനുഷ്യന്റെ സ്ഥിതി എന്താണ്? അവന്റെ അടുക്കൽ അവന്റെ ഈമാൻ തട്ടിത്തെറിപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ഒരു നേരമുണ്ട് ഇബ്ലീസ്. ഏത് ഘട്ടത്തിലും അവൻ മനുഷ്യനെ വിടാൻ ഒരുക്കമല്ല. ഒരു ഘട്ടത്തിലും ഇബ്ലീസ് മനുഷ്യനെ വിടാൻ ഒരുക്കമല്ല കേട്ടോ. പിശാചി ഏത് ഘട്ടത്തിലും ഹാജരാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇന്ന ശൈത്താന യഹ്ദുറു വഹദകും ഇൻദ കുല്ലി ശൈഇ ഇൻദ കുല്ലി ശൈഇൻ മിൻ ശഅനിഹി. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളിലും, നിങ്ങളുടെ ഏത് കാര്യങ്ങളിലും അതാ ചെകുത്താൻ ഹാജരാകുന്നുണ്ട്, ശൈത്താൻ നിങ്ങളെ സമീപിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്തിനാ നേരത്ത് ശൈത്താൻ വരുന്നത്? ശൈത്താൻ എന്തിനാ നേരത്ത് വരുന്നത്? എടോ, ഇസ്ലാം എന്ന് പറഞ്ഞ മതം കൊണ്ട് എന്താ കാര്യം? നീ നസറാണിയായിക്കോ, ജൂതനായിക്കോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മതക്കാരനായിക്കോ എന്നിങ്ങനെ മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ വസുവാസ് ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ശൈത്താൻ പിന്നാലെ നടന്നതുപോലെ മനുഷ്യന്റെ അവസാനത്തെ നേരമല്ലേ, ആ നേരത്ത് അവനെ കുടുക്കാൻ വല്ല വകുപ്പുമുണ്ടോ എന്ന് അവസാനത്തെ ശ്രമവും ഇബ്ലീസ് നടത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അവന്റെ ദുർബോധനങ്ങൾ ആ നേരത്തും ഉണ്ടാകും. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ലാ തുസിഗ് ഖുലൂബനാ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിച്ച് കളയരുതേ അല്ലാ, ബഅദ ഇദ് ഹദൈതനാ, നീ ഞങ്ങളെ നേർമാർഗത്തിലാക്കിയതിന്റെ ശേഷം, വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ പക്കൽ നിന്ന് കാരുണ്യത്തെ നീ ഞങ്ങൾക്ക് ഔദാര്യമായി തരണേ അല്ലാ, ഇന്നക അൻതൽ വഹാബ്, നീ ധാരാളം ധാരാളം ഔദാര്യങ്ങൾ കൊടുക്കുന്നവനാണല്ലോ. അങ്ങനെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ നേരത്തും മനുഷ്യനെ പഴപ്പിക്കാനും തെറ്റിക്കാനും, കാരണം ഒരു മനുഷ്യന്റെ അവസാനമാണല്ലോ പരിഗണിക്കപ്പെടുന്നത്, ഒരു മനുഷ്യന്റെ അവസാനത്തെ നേരമല്ലേ പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ അഅ്മാലു ബിഖവാതീമിഹാ, ഏത് പ്രവൃത്തികളും പ്രിയപ്പെട്ടവരെ അവസാനം നോക്കിയിട്ടാണ്. ഏതൊരു മനുഷ്യനും, നമ്മളിങ്ങനെ എത്രയോ നല്ലവരായി ജീവിക്കുന്ന മനുഷ്യന്മാര് ഒരുപക്ഷെ മരണത്തിന്റെ നേരത്ത് അതാ ഈമാൻ കിട്ടാതെ മരിച്ചു പോകുന്നു. അതുപോലെ തന്നെ തെമ്മാടികളായി ജീവിച്ച എത്രയോ ആളുകൾ അവസാന സമയത്തെത്തുന്നതിന്റെ മുമ്പ് അവൻ നന്നാകുകയും അള്ളാഹിനോട് പശ്ചാത്തപിച്ച് മടങ്ങുകയും അവസാനം അതാ ഈമാൻ കിട്ടിയിട്ട് മരിക്കുകയും ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് ഒരാളെ പറ്റിയും നമുക്ക് ഉറപ്പ് പറയാനാവില്ല, നമ്മുടെ സ്ഥിതി എന്താവുമെന്ന് നമുക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മനുഷ്യനതാ സ്വർഗത്തിലേക്ക് കടക്കേണ്ട അമലുകൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വർഗത്തിലേക്ക് കിട്ടേണ്ടുന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടാൻ അർഹനാകുന്ന നിലക്കുള്ള സൽക്കർമ്മങ്ങൾ തന്നെ മനുഷ്യൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയതാ പിന്നീട് അവസാനത്തെ അവന്റെ കാലമാകുമ്പോഴേക്ക് അവനതാ നരകക്കാരുടെ പ്രവർത്തനങ്ങളിലേക്ക് ചാടുന്നു. അങ്ങനെ അവൻ നരകത്തീയിലേക്ക് പ്രവേശിക്കുന്നു. നേരെ മറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നരകത്തിലേക്ക് പോകേണ്ട അമലുകൾ മാത്രം ചിലർ ചെയ്തുകൊണ്ടിരിക്കുന്നു. നരകത്തിലേക്ക് എത്താൻ ഇനി അവൻ അധികം ദൂരമില്ല. അപ്പോഴേക്കതാ പിന്നീട് അവന്റെ അന്ത്യസമയം നന്നാകുന്നു, അവൻ പശ്ചാത്തപിക്കുന്നു, സ്വർഗക്കാരുടെ പ്രവർത്തനങ്ങളിലേക്ക് അവൻ തുടരുന്നു, അങ്ങനെ സ്വർഗത്തിലേക്ക് എത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വാചകം വളരെ ഗൗരവത്തോടുകൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ എടുക്കണം.
അവിടെയാണ് നേരത്തെ പറഞ്ഞ ദുആയുടെ പ്രസക്തിയുള്ളത്. അല്ലാഹുവേ തെറ്റിച്ച് കളയരുതേ ഹൃദയത്തെ. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തില്ലേ, എപ്പോഴും പ്രാർത്ഥിച്ചോളണം, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. ഹൃദയങ്ങളെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ. എന്താ നമ്മുടെ ഖൽബിന്റെ സ്ഥിതി? രാവിലെ ഒരു വിചാരം, വൈകിട്ട് വേറൊരു വിചാരം. ചിലപ്പോൾ തോന്നും നന്നാവണം, ചിലപ്പോൾ തോന്നും ഇതിലൊന്നും കാര്യമില്ല. ഇങ്ങനെ മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ ഓരോ ഘട്ടങ്ങൾ വരുന്ന നേരം, അതുപോലെ മരണനേരത്തൊരു ഇഷ്കാല് കുടുങ്ങിയാലോ, മരണത്തിന്റെ നേരത്ത് ആ ഒരു തോന്നൽ വന്നാലോ, ആ നേരത്ത് നമ്മെ സഹായിക്കാൻ ആരെ കൊണ്ടാണ് സാധിക്കുക? ആ നേരത്ത് നമ്മെ രക്ഷപ്പെടുത്താൻ ആരെ കൊണ്ടാണ് സാധിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ടല്ലാതെ ആ നേരത്ത് നമ്മെ രക്ഷിക്കാൻ ഒരാളും നമ്മെ രക്ഷിക്കാൻ വരാനില്ല. ദാഹം മൗത്തത് കൂട്ടിയിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിയിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. മരണത്തിന്റെ നേരത്ത് ബദരീങ്ങളെ കാവല് തരണേ അല്ലാ എന്ന് അള്ളാനോട് ആ നേരത്ത് ബദരീങ്ങളുടെ കാവലിനെ ചോദിക്കുന്ന ആളുകളിലെ, അതുപോലെ തന്നെ ധാരാളം ആളുകളോട് മരണത്തിന്റെ നേരത്തെ രക്ഷപ്പെടാൻ വേണ്ടി, മരണവേദനയിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ വേണ്ടി, അതാ യാ കിറമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. ബുർദ ബൈത്തിലെ ഒരു വരിയാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ബുർദ ആസ്വദിക്കുകയാണ് ചില ആളുകൾ. അവര് ബുർദ വലിയ കാര്യമായിട്ട് ചൊല്ലുകയാണ്. നബി തങ്ങളെ വിളിച്ചുകൊണ്ട് പറയാണ്, സൃഷ്ടികളിൽ അതിമഹത്വമുള്ള പ്രവാചകരെ, സൃഷ്ടികളിൽ അതിമഹത്വമുള്ള പ്രവാചകരെ, വ്യാപകമായ വിപത്തുകൾ വന്നണയുന്ന നേരത്ത് അഭയം പ്രാപിക്കാൻ തങ്ങളല്ലാതെ മറ്റാരും എനിക്കില്ല നബിയേ. അള്ളാന്റെ റസൂലിനോട് ഇവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, നബിയെ, എനിക്ക് വ്യാപകമായ വിപത്ത് വന്നിറങ്ങുന്ന നേരത്ത് എനിക്ക് അഭയം ചോദിക്കാൻ, എനിക്ക് കാവല് തേടാൻ അങ്ങയല്ലാതെ മറ്റാരുമില്ല നബിയേ. നബി തങ്ങളോട് പ്രാർത്ഥിക്കുന്ന ആളുകളില്ലേ, നിങ്ങൾ നോക്കൂ, ആ പദ്യത്തിന് ആ നിലക്ക് വിശ്വാസം പ്രചരിപ്പിക്കുന്ന കക്ഷികൾ കൊടുത്ത വ്യാഖ്യാനം കേൾക്കണോ? ആ കൂട്ടത്തിൽ അവര് പറയുകയാണ്, മരണം സർവ്വവ്യാപിയാണ്, എല്ലാവർക്കും മരണം അനിവാര്യമായും രുചിക്കേണ്ടി വരും. എന്നിട്ട് എഴുന്നത് നോക്കൂ, മരണവേദന ലഘൂകരിച്ച് കിട്ടുവാനും ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിന്നും രക്ഷിക്കുവാനും നബി തങ്ങളോട് ഇമാം ബുസിരി ഇസ്തിഗാസ ചെയ്യുന്നു. ബുർദ എന്ന് പറയുന്ന പദ്യം എഴുതിയ ബൂസിരി എന്ന് പറയുന്ന മനുഷ്യൻ ഇവിടെ അള്ളാന്റെ റസൂലിനോട് മരണവേദന ലഘൂകരിച്ച് തരണേ, ഈമാൻ നഷ്ടപ്പെടാതെ ഈമാൻ സലാമത്താക്കി തരണേ നബിയേ എന്ന് നബി തങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം ചോദിക്കുകയാണ് പോലും. പ്രിയപ്പെട്ടവരെ, ആ നേരത്ത് അള്ളാന്റെ റസൂല് നമ്മളോട്, നിങ്ങളതാ എന്നോട് പറയണം, നിങ്ങളുടെ മരണവേദന ലഘൂകരിക്കാൻ എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മഹാന്മാരോട് ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതാ എത്രയെത്ര ആളുകളോടാണ് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അറ്റപ്പെടുന്തേ മരണ സമയത്തിൽ അസ്ഹാബുൽ ബദരീങ്ങൾ കവലിലേക്കല്ലാ. ബദരീങ്ങളുടെ കാവലിന് വേണ്ടി അള്ളാനോട് ചോദിക്കുന്നു. മരണനേരത്തെ എനിക്ക് ബദരീങ്ങളെ കാവല് തരണേ അല്ലാ. അള്ളാനോട് ചോദിക്കണേ, എനിക്ക് ബദരീങ്ങളെ കാവല് തരണം. അറുതി മൗത്തിങ്ങോട്ടെടുക്കുന്ന നേരത്ത് ഉൻബർബി ഫാത്തിമ കാവലിലേക്കല്ലാ. ഫാത്തിമ ബീവിയുടെ കാവലിന് വേണ്ടിയും തേടുന്നു. ഇനിയോ ബാധിദാഹം ബന്നജും വേദന പേരുത്തേ മരണമിൽ നഫീസത്തോരെ കവലേകീടല്ലാ. നഫീസത്ത് മാല ചൊല്ലിയിട്ട് അവസാനം തേടുന്ന ദുആയാണത്. ഇങ്ങനെ ഓരോരുത്തരോട്
മരണത്തിന്റെ ആ സമയത്ത് വേദന ലഘൂകരിച്ച് കിട്ടാൻ വേണ്ടി. കാലമേ അസറായിൽ മൗത്ത് വാങ്ങുന്ന ആളിൽ കരുത്തർ മുഹീദ്ദീൻ കാവലിലേകല്ലാ. മുഹീദ്ദീൻമാരെ ചൊല്ലിയിട്ട് അതിന്റെ അവസാനമുള്ള ഇരവാണത്. അതുപോലെ തന്നെ റിഫായി ശൈഖിനെയും ആ നിലക്ക് റിഫായി ശൈഖിന്റെ കാവൽ ചോദിക്കുന്നുണ്ട്. തരത്തിൽ അസറായിൽ മൗത്ത് വാങ്ങുന്ന ആളിൽ തലവർ വലിയുടെ കാവലിലേകല്ലാ. മമ്പുറന്മാരെ ചൊല്ലിയിട്ട് മമ്പുറത്തെ സയ്യിദലവി തങ്ങളെ കാവലി എനിക്ക് മരണ നേരത്തെ തരണം എന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ നോവ് പേരുത്തേ മാവൂത്തിൻ സമയത്ത് നൂറർ ഹുസൈനരെ കാവൽ ഭാഷങ്ങളാ. പാലക്കാട് ജില്ലയിലെ മഞ്ഞക്കുളത്ത് ഹുസൈൻ എന്ന് പറയുന്ന വലിയുടെ കാവലെനിക്ക് മരണ നേരത്തെ തരണേ അല്ലാ. അങ്ങനെ ലോകത്തുള്ള മഹാന്മാരായ ആളുകളുടെയൊക്കെ കാവലി എനിക്ക് മരണനേരത്ത് തരണമെന്ന് മാലകളിലൂടെ മൗലീദുകളിലൂടെ പാട്ടുകളിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മമാരില്ലേ, സഹോദരീ സഹോദരന്മാരില്ലേ, പ്രിയപ്പെട്ടവരെ, അവരോട് പറഞ്ഞു കൊടുക്കണം, മരണത്തിന്റെ നേരത്തെ വേദന ലഘൂകരിച്ചു തരേണ്ടത് അള്ളയാണ്. അവിടെ ഒരാളുടെയും കാവൽ അല്ലാഹു ഓഫർ ചെയ്തിട്ടില്ല.